കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ അത് ഏറ്റവും ഗുണം ചെയ്യുക ബി.ജെ.പിക്ക് തന്നെയാണ്. 56 സീറ്റുകളിലേക്ക് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയത് 30 സീറ്റാണ്. നിലവിൽ 97 അംഗങ്ങളാണ് രാജ്യസഭയിൽ ബി.ജെ.പിക്കുള്ളത്. എൻ.ഡി.എക്ക് 117 അംഗങ്ങളും. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ 121 സീറ്റുകളാണ് വേണ്ടത്. അതായത് 4 സീറ്റുകൾ കൂടി ലഭിച്ചാൽ രാജ്യസഭയിൽ എൻ.ഡി.എക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയും. ഈ സാഹചര്യത്തിലാണ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുമ്പോൾ പോലും ലോക്സഭയിൽ മത്സരിക്കാൻ കെ.സി. വേണുഗോപാൽ തീരുമാനിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും കെ.സി. വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞാൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും. കെ.സി. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമെന്നിരിക്കെ ഇത് ഏറ്റവും ഗുണം ചെയ്യുക ബി.ജെ.പിക്ക്. 2020 ജൂണിലാണ് കെ.സി. രാജ്യസഭയിലേക്ക് എത്തുന്നത്. 2026 വരെ കാലാവധി ഉണ്ടെന്നിരിക്കെയാണ് ലോക്സഭയിലേക്കുള്ള നീക്കം. കെ.സി. വേണുഗോപാൽ രാജ്യസഭയിൽ നിന്നും രാജിവെച്ചാൽ രാജസ്ഥാനിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാലിന്റെ ഒഴിവുവരുന്ന സീറ്റ് ബി.ജെ.പിക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് 4 സീറ്റ് കൂടി വേണമെന്നത് ബി.ജെ.പിക്ക് 3 സീറ്റുകൾ കൂടി മതി എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇത് മുന്നിൽ കണ്ട് കോൺഗ്രസിലെ പല നേതാക്കളും കെ.സി. വേണുഗോപാൽ ലോക്സഭയിൽ മത്സരിക്കരുതെന്നും രാജ്യസഭാ സീറ്റ് ബി.ജെ.പിക്ക് നൽകരുതെന്നും നിലപാടെടുത്തിരുന്നു. പക്ഷേ പാർട്ടിയിലെ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് എത്തുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ കെ.സി. വേണുഗോപാലിന്റെ പ്രവർത്തനമാണ് കോൺഗ്രസിനെ ഈ പരിതാപ നിലയിലേക്ക് എത്തിച്ചതെന്ന വിമർശനം ശക്തമായി നേരിടുമ്പോഴാണ് ആലപ്പുഴയിൽ മത്സരിച്ച് രാജസ്ഥാനിൽ നിന്നും ബി.ജെ.പിക്ക് ഒരു രാജ്യസഭ അംഗത്തെ കൂടി നേടിക്കൊടുക്കാനുള്ള നീക്കവും നടക്കുന്നത്. ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ.